ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. ഞാൻ പഠിച്ചൊരു രീതി വെച്ചാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ സ്ലീവാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് നോർമൽ സ്ലീവാണ്. പിന്നെ ഈ സൈഡ് നല്ല അത്യാവശ്യം കട്ടിയുണ്ട്, തേരുവശം ആയതുകൊണ്ട് നമ്മൾ ഒറ്റ ഫോൾഡിൽ സ്ലീവ് അങ്ങ് മടക്കി അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് വെച്ചാൽ ടൈ ഇല്ലേ, ബാക്കിൽ ടൈ ഉള്ളതാണ്. അപ്പോൾ ആ ടൈ അടിക്കാം. അപ്പോൾ ടൈ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു സൈഡ് വീതി കൂടിയിട്ട് താഴ്ഭാഗം കൊണ്ട് വീതി കുറഞ്ഞ രീതിയിൽ അങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈ ഫോൾഡ് ചെയ്ത് സാധാ അടിക്കുന്ന പോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. അതായത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണാം, ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ വള്ളിയൊക്കെ അടിക്കില്ലേ, അതുപോലെയാണ് അടിക്കുന്നത്. അല്ലാതെ അടിക്കുന്നവരും ഉണ്ട്, ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് വിട്ടിട്ട് തിരിച്ചെടുക്കുന്ന ടൈകളും ഉണ്ട്. ഇപ്പം ഞാൻ ഇതിന് ചെയ്യുന്ന ടൈ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വള്ളിക്ക് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിക്കുന്ന ടൈ ആണ്. അപ്പം അങ്ങനെ കണ്ടോ, ചെറിയ വള്ളിയാണ്, വലിയ വീതിയിലുള്ള അങ്ങനത്തെ ഒന്നും. ഈ വീതിയുള്ള സൈഡ് വരുമ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കൂലേ എന്ന്. ഇല്ല, അത് നമ്മൾ ഇങ്ങനെ ഇതേപോലെ വീതി കൂടുതലല്ലേ, ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് സെയിം ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി സാധാരണ അടിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് അടിക്കുകയാണ് ചെയ്യുക കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലേക്ക് 2 എണ്ണം, ബാക്കിലേക്ക് 2 എണ്ണം ഉണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, അറിയാമായിരിക്കുമല്ലോ. 2 എണ്ണം തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ എല്ലാം ഓവർലോക്ക് ചെയ്യുവേ. അപ്പോൾ 2 എണ്ണം തമ്മിൽ ഇങ്ങനെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ ചേർത്തടിച്ചിട്ട് ഓവർലോക്കും കൂടി ചെയ്യും. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് വശമാണ് അടിക്കുന്നത്. ഇതിൻ്റെ ചീത്ത വശം, ഇത് നല്ല വശത്താണ് നമ്മൾ ബാക്കിൻ്റെ നെക്ക് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ബയാസ് പീസ് എടുത്തേക്കുന്നത്, ക്രോസ് പീസ് എടുത്തേക്കുന്നത് ഇങ്ങനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് അടിക്കും. എന്നിട്ട് ഈ സൈഡ് നമ്മൾ മെയിൻ പീസിലോട്ട്, ബാക്ക് പീസിലോട്ട് നെക്കിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ സൈഡ് വഴി അടിക്കും. അത് ഞാൻ കാണിച്ചു തരാവേ.
ക്രോസ് പീസിന് ഇത്രയും വീതി വേണ്ട, ഞാൻ ജസ്റ്റ് ഇത്രയും വീതി എടുക്കാം. അപ്പോൾ ഈ നല്ല പീസിൻ്റെ നെക്ക്, ഇത് നെക്കാണ്, നെക്കിൻ്റെ സൈഡിലോട്ട് ഈ നമ്മുടെ ക്രോസ് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു 1/4 ഇഞ്ച് ഇതിൽ മൊത്തമായിട്ട് നമ്മൾ അടിച്ചെടുക്കും. അടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് ഈ ഇതിൻ്റെ ഇത് തയ്യൽ തുമ്പ് ചേർത്ത് ഇങ്ങനെയും കൂടി റൗണ്ടിലൊരു സ്റ്റിച്ച് കൊടുക്കുവേ. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് അടിച്ചിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ക് നെക്ക് അടിച്ച് കഴിഞ്ഞിട്ടുള്ള നെക്കിൻ്റെ ഒരിത്. അപ്പോൾ ഗൈസ് ദേ ഞാൻ ഇങ്ങനെയാണ് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും, പിന്നെ ഓവർലോക്ക് ചെയ്യും. ഇത് നമ്മൾ താഴെ ഫ്രില്ലിടുന്നതിൻ്റെ ബാക്ക് പോർഷനിൽ 2 പീസ് ജോയിൻ ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ നല്ല വശവും പീസിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ആദ്യം ടാക്കിങ് കൊടുക്കും. എന്നിട്ട് ഞാൻ കൈവച്ച് ഇങ്ങനെ പ്ലീറ്റിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതും ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കും. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇത് കണ്ടില്ലേ, ഞാൻ സൈഡൊക്കെ ഓവർലോക്ക് ചെയ്ത് ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത്, അപ്പം ആ നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രില്ല് വരുന്നത് താഴത്തെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസും അടിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതാണ്. നെക്ക് വരുന്ന സൈഡ് നമ്മുടെ നേരെ വെച്ചിട്ട് താഴേന്ന് മുകളിലോട്ടാണ് സിബ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ തിരിച്ചും വെച്ച് മറ്റേ സൈഡ് അതുപോലെ തന്നെ ഇങ്ങനെ വളച്ചകത്തോട്ട് തിരിച്ചും വെച്ച് നമ്മൾ ഫുൾ സിപ്പർ അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇത് സിബ് ഇങ്ങനെ എടുക്കുന്നു, പീസിലോട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഞാൻ ഒരു സൈഡ് അടിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അറിയാമല്ലോ, ഒരു സൈഡ് അടിക്കുമ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മളിത് ടാക്കിങ് ചെയ്ത് സിബ് ഫുള്ള് 2 സൈഡും ഒരേപോലെ അടിക്കും. അടിച്ചതിന് ശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ മേളിലത്തെ ഭാഗം, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് വരുന്നതാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അവിടെ ഒരു ടാക്കിങ് കൊടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സിബ്. ഇതേ നോക്കിക്കുക, അതിൻ്റെ അറ്റത്തൂടി പോകണം. അറ്റത്തൂടി പോയെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അത്ര ഇൻവിസിബിളായിട്ട് സിബ് കാണില്ല. പിന്നെ ഇത് കണ്ടില്ലേ, നല്ല കവർ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് സിബൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ അടിക്കും. കണ്ടോ, ഇതെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ആ സൈഡൊന്ന് ഓവർലോക്ക് ചെയ്യണമെന്ന്. കാരണം ആ സിബ് നല്ല ലാസ്റ്റിംഗ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സൈഡ് അങ്ങനെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നതിൻ്റെ അകത്ത് ഞാനത് കാണിക്കുന്നുണ്ട്. ഞാനത് വിട്ടുപോയതാണ് പറയാൻ. സിബ് അടിച്ച് കഴിഞ്ഞാൽ ഓവർലോക്ക് ചെയ്ത് നമ്മൾ കാണില്ല. അതായത് ഈ സിബിൻ്റെ നമ്മൾ വെച്ച് അടിക്കൂലേ, അപ്പോൾ ഈ സൈഡ് അങ്ങ് ഓവർലോക്ക് ചെയ്താൽ ഈ നൂലും കാര്യങ്ങളും ഒക്കെ അങ്ങ് വലിയാതിരിക്കും. അപ്പോൾ സിബ് നല്ല കറക്റ്റായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുവേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് സിബ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സൈഡ് കാണിച്ചല്ലോ, ഒരു സൈഡ് ഇതേ കണ്ടില്ലേ, നല്ല നമ്മുടെ ഇൻവിസിബിളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡും കൂടി അടിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുമ്പോൾ നല്ല കവറായിട്ട് നല്ല എന്താ പറയുക, ഇൻവിസിബിൾ നല്ല എല്ലാം നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് സിബ് വന്നിട്ടുണ്ട്. ഇനി സിബിൻ്റെ എൻഡ് പോർഷൻ ഓപ്പണായി കാണുന്നില്ലേ, ആ പോർഷൻ നമ്മൾ ഒരുപോലെ പിടിച്ച് കണ്ട് സിബും അതിൻ്റെ ആ തയ്യൽ തുമ്പും പിടിച്ചിട്ട് ആ സൈഡിൽ ഉള്ളിൽ കണ്ടോ, ഇവിടെ ആയിട്ട് ചെറിയൊരു ടാക്കിങ് കൊടുക്കുമ്പോൾ അത് ക്ലോസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് വരുന്ന ഈ സിപ്പർ ഞാനാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി എല്ലാം ഇതാക്കി വെച്ച് നേരത്തെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ അടിച്ച് എല്ലാം റെഡിയാക്കും. കണ്ടില്ലേ, ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനൊന്ന് ആ പിള്ളേർ മാറ്റി കുറച്ച് കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടാക്കിങ് കൊടുക്കുമ്പോൾ ക്ലോസ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ആ സ്കേർട്ടിൻ്റെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് പ്ലീറ്റെല്ലാം. അപ്പോൾ അതുമായിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്യും. അതായത് അതിൻ്റെ നല്ല വശവും ഈ ടോപ്പ് പോർഷൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കും. നല്ല വശത്തോട്ട് അതും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഡബിൾ സ്റ്റിച്ചും ചെയ്യും. ആ സിപ്പർ വരുന്ന പോർഷൻ ഒന്ന് ടാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളത് ഫുള്ള് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഓവർലോക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, ഓവർലോക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ആ സിപ്പിൻ്റെ പോർഷൻ എത്തുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ആ സിപ്പിൻ്റെ പോർഷൻ എത്തുമ്പോൾ നമ്മൾ സിപ്പ് നല്ലപോലെ ക്ലോസ് ആയിട്ട് പിടിച്ചിട്ട് ടാക്ക് ചെയ്യണം. കണ്ടോ, ആ പോർഷൻ വരുമ്പോൾ സിപ്പ് രണ്ടും പിടിച്ച് നല്ലോണം ടാക്ക് ചെയ്ത് കൊടുത്ത് ഡബിൾ സ്റ്റിച്ചും ചെയ്ത് ഓവർലോക്കും ചെയ്യണേ. അപ്പോൾ ഇപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. അത് ഗൈസ് തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് ഇതാണ് സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടാവാം. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ഇത് നമ്മൾ ടാക്കിങ് ചെയ്യും. എന്നിട്ട് മറ്റേ സിബിൻ്റെ പോർഷൻ വരുമ്പോഴും അവിടെയും ടാക്കിങ് ചെയ്ത് നമ്മൾ സെറ്റാക്കും. അപ്പോൾ അതേ കണ്ടോ, നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ആ സിബിൻ്റെ പോർഷനും എല്ലാം നമ്മൾ നല്ല കറക്റ്റായിട്ട് കവറിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയെന്ന് വെച്ചാൽ നെക്കാണ് അടിക്കേണ്ടത്. നെക്കിൻ്റെ ഫുൾ റൗണ്ടിൽ നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട്. നെക്ക് അടിക്കാൻ അറിയാമായിരിക്കും. ഇതെന്ന് വെച്ചാൽ ചീത്ത വശത്തിലോട്ട് ആ നല്ല വശത്തിൻ്റെ നെക്കിൻ്റെ പോർഷൻ വെച്ച് നമ്മൾ അറ്റത്തു നിന്ന് സെൻറ്ററിൽ വന്ന് മറ്റേ അറ്റം വരെ അടിച്ച് കട്ടിങ്ങൊക്കെ ഇട്ട് തിരിച്ച് മറിച്ചടിക്കും. എന്നിട്ട് നെക്ക് അടിക്കാൻ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ നെക്ക് ഞാൻ അടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം നോർമലിൽ അറിയാമല്ലോ നെക്ക് ഞാൻ കാണിച്ചല്ലോ, ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് തിരിച്ചിടുക. പിന്നെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലേസ് അറ്റാച്ചിങ്, അത് ആർക്കെങ്കിലും ഈ നെക്കിൻ്റെ സെപ്പറേറ്റ് വേണമെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ പ്രത്യേകമായിട്ട് ഇടാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു വീനെക്കാണ്. അപ്പോൾ വീനെക്കിൻ്റെ അകത്ത് അങ്ങനെ ഒരു ലേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലേസും കൂടി വെച്ചേക്കുന്നു. ഇനി ഷോൾഡർ അടിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഷോൾഡർ അടിക്കുക, സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് അടിക്കുക. പിന്നെന്ന് വെച്ചാൽ ഇത് ഞാൻ ഓവർലോക്കാണ് ചെയ്യുന്നത്, ഫ്രില്ല് താഴെ. അപ്പോൾ അതും കൂടി അടിക്കുക. അപ്പോൾ ഞാനിനി ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും, എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുള്ള ഫീഡിങ് ഫ്രോക്കായിരിക്കും കാണിക്കുന്നത്. കാരണം വീഡിയോയുടെ ഒരുപാട് ലോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നവർക്കും അതൊരു ലാഗായിരിക്കും. പിന്നെ അതുമല്ല ടൈമും കുറവാണ്. അപ്പം ഇതെനിക്ക് ഇന്ന് തന്നെ കൊറിയർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോയും ഞാൻ ഓൾറെഡി കട്ടിങ് ഇട്ടു. അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ് എന്തായാലും വേണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ചെയ്തത്. മെയിനായിട്ട് ഫീഡിങ് സിബാണ്, അതായിരിക്കുമല്ലോ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും. അപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഗാർമെൻറ്റ് ഫുൾ, അതായത് നമ്മുടെ ഈ മെറ്റീരിയൽ നമ്മൾ ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കാണിക്കും. അപ്പോൾ ഇതാണ് ഗൈസ്, നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻവിസിബിൾ സിപ്പൊക്കെ വെച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫീഡിങ് ഫ്രോക്ക് സെറ്റാക്കിയിട്ടുണ്ട്. നോർമൽ സ്ലീവ്, നെക്ക്. അപ്പോൾ ഓവറോൾ ഒരു ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.